ഗായ്സ്, വി ഡയസിലേക്ക് സ്വാഗതം. മൈ നെയിം ഈസ് റിയാസ്. ഐ എം എ പേഴ്സണൽ ട്രെയിനർ. നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്, നമ്മൾക്ക് ഒരിക്കലും ഒരു വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്കൊരു ബോഡി ഫിറ്റ് ആക്കാനോ ഒന്നിനും നമുക്ക് കഴിയില്ല. അതിന് വേണ്ടത് ഒരു ഡയറ്റും ഡയറ്റ് പ്ലാനും ഡയറ്റീഷ്യനുമാണ്. അത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വി ഡയറ്റ്. വെയിറ്റ് ലോസിൻ്റെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് വർക്കൗട്ടുകളാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഹോം വർക്കൗട്ടാണ് നമ്മളിതിൽ കൂടുതലും ഇൻക്ലൂഡ് ആകാൻ കഴിയുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഈ നട്ടെല്ല് ബൾജായി നിൽക്കുന്നവരും അതേപോലെ ഡിസ്ക് കംപ്ലൈൻ്റ് ആയി നിൽക്കുന്ന ആളുകൾക്ക് ഇതൊരിക്കലും ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്നതല്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവർ ഓക്കെ ആണെന്ന് പറയുന്ന മാത്രം ചെയ്യേണ്ടതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ബേസിക് വർക്കൗട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് വർക്കൗട്ടാണ് ഹോം വർക്കൗട്ടിൻ്റെ. ഓക്കെ, ജമ്പിങ് ജാക്സ്. ഇത് 30ന്റെ 3 തവണയായിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. നമുക്ക് കാല് കുഴയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുക. അതിനാണ് 30ന്റെ 3 തവണ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൗട്ടാണ് ഹൈനീസ്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളെ ബോഡി ബെൻഡായി എന്നിട്ട് ചെയ്ത് ബോഡി എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് കറക്റ്റ് ഇവിടെ ഈ കയ്യിൽമേ ഈ കാല് ടച്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതും നമ്മൾ പറഞ്ഞ അതേമാതിരി തന്നെയാണ്. 30ന്റെ 3 തവണയായിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു 30ന്റെ 1 തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും അടുത്തത് സെറ്റ് ചെയ്യേണ്ടതാണ്. ഇത് റെപ്സ് ആണ്. ഓക്കെ, മൂന്നാമത്തെ വർക്കൗട്ട് നമ്മളെ ബഡ് കിക്സ് ആണ്. ഓക്കെ, നമുക്ക് അതിൽ കിടക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കൈ ഒന്ന് ബാക്കിലേക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ടച്ചും ചെയ്യാവുന്ന വർക്കൗട്ടാണ്. 2 തരത്തിലാണ് ഈ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ 4ാമത്തെ വർക്കൗട്ടായ ബോഡി ട്വിസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ മുമ്പ് ചെയ്ത അതേ വർക്കൗട്ടും 30ന്റെ 3 സെറ്റായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ വർക്കൗട്ടും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 30ന്റെ 3 തവണയായിട്ട് ചെയ്യണം. ഓക്കെ, നമ്മളെ ഫൈനൽ വർക്കൗട്ടായ സ്ക്വാട്ട് വിത്ത് ജമ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട്. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൈ മാക്സിമം ബാക്കിലേക്ക് പോകാൻ ശ്രമിക്കണം. മാക്സിമം ഇരുന്ന് പ്രസ് ചെയ്യുക, പുഷ് ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ മുട്ടുവേദന ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം. ഈ വർക്കൗട്ട് അവർ മാക്സിമം ഈ വർക്കൗട്ട് സ്കിപ്പാക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷന്. ഓക്കെ, നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ്. നമ്മൾ ഇത്രയും സിമ്പിളായിട്ടുള്ള വർക്കൗട്ട് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ബിഗിനേഴ്സിൻ്റെ ഉള്ളൊരു വർക്കൗട്ടാണ്. അതുകൊണ്ടാണ് ഇത്ര സിമ്പിളാക്കിയത്. ഇതിൻ്റെ കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വി ഡയറ്റിൻ്റെ ഡയറ്റ് പ്ലാനും നമ്മൾ ഫോക്കസ് ചെയ്യണം. എന്നാലേ ഉള്ളൂ നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങളുടെ ശരീരത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ലോസ് നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ചെയ്ത എല്ലാ വർക്കൗട്ടുകളും ഒരു ദിവസം 20-30 മിനിറ്റ് മാക്സിമം നമ്മൾ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞില്ലേ, മുമ്പ് സൂചിപ്പിച്ച മാതിരി നമ്മൾ ഡയറ്റും കറക്റ്റ് കൊണ്ടുപോകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ വർക്കൗട്ട് വീഡിയോസുമായി അടുത്ത പ്രാവശ്യം വരാം. ഓക്കെ, താങ്ക് യു.